രാജ്യത്തിന്റെ സുരക്ഷിത ഭാവിക്ക് വേണ്ടിയെന്ന അവകാശവാദവുമായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യ സഖ്യം നിലം പതിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ സഖ്യം വിട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്നാണ് ആം ആദ്മി വക്താവായ അനുരാഗ് ധണ്ട വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്നും അനുരാഗ് ധണ്ട ആരോപിക്കുന്നുണ്ട്. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അനുരാഗ് ധണ്ട കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് അനുരാഗ് ധണ്ട പറയുന്നുണ്ട്. ഇതിന് പകരമായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കേസുകളിൽ പെടാതെ മോദി രക്ഷിച്ചെടുക്കുകയാണെന്നും അനുരാഗ് ധണ്ട പറഞ്ഞു. ഈ നിലയിൽ രഹസ്യധാരണ വെച്ചുകൊണ്ട് പുലർത്തുന്ന കോൺഗ്രസുമായി ഇനി സഖ്യം വേണ്ട എന്നത് തന്നെയാണ് നിലപാടെന്നും അനുരാഗ് ധണ്ട വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേക പാർലമെന്ററി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ MP-മാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരുന്നു. ഡൽഹിയിൽ യോഗം ചേർന്ന് തീരുമാനിച്ച ശേഷമായിരുന്നു കത്ത് നൽകിയത്. ഈ യോഗത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ കത്ത് നൽകുമെന്നായിരുന്നു അന്ന് ആം ആദ്മി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആം ആദ്മി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡൽഹി, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വാർത്തയിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസിനെ തള്ളിപ്പറയുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടിനെതിരെ വിമർശനവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ കോൺഗ്രസിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കനത്ത തിരിച്ചടിയും നൽകി. വരുന്ന ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആം ആദ്മിയുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിയുമായി ചേരാനായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. എന്നാൽ സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഡൽഹിയിലാകെയുള്ള 7 ലോക്സഭാ സീറ്റുകളും BJP തൂത്തുവാരുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും സഖ്യത്തിനൊരുങ്ങാതെ 2 പാർട്ടികളും സ്വന്തം നിലയിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയിലാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം പറഞ്ഞത്. ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നും BJPയുടേത് ശക്തമായ സംഘടനാ സംവിധാനമാണെന്നും P. ചിദംബരം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയിലാണ്. അത് പഴകിപ്പോയി. എന്നാൽ തുന്നിച്ചേർക്കാൻ ഇനിയും സമയമുണ്ട്. മൃത്യുഞ്ജയ് യാദവ് പറയുന്നത് പോലെ ഭാവി അത്ര ശോഭനമല്ല. ഇന്ത്യ സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് തോന്നുന്നതെന്നും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സഖ്യത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതിന് സമയമുണ്ട്. ഇതായിരുന്നു ചിദംബരത്തിന്റെ വാക്കുകൾ. എന്നാൽ അതേസമയം തന്നെ BJP അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. തന്റെ അനുഭവത്തിലും ചരിത്ര വായനയിലും BJPയെ പോലെ ശക്തമായി സംഘടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിട്ടില്ല. എല്ലാ മേഖലകളിലും അത് ശക്തമാണ്. അവർക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഏറ്റവും താഴ്ന്ന പോലീസ് സ്റ്റേഷൻ വരെ നിയന്ത്രിക്കാനും പിടിച്ചെടുക്കുവാനും കഴിയുമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, വലിയ ഭീകര യന്ത്രത്തെയാണ് ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടത് എന്നുമായിരുന്നു ചിദംബരത്തിന്റെ മറ്റു വാക്കുകൾ. ചിദംബരത്തിന്റെ ഈ വാക്കുകൾ ആഘോഷമാക്കുകയായിരുന്നു BJP ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ ചിദംബരത്തിന്റെ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ് BJP ഹാൻഡിലുകൾ ചെയ്ത നടപടി. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഭാവിയില്ല എന്ന് ചിദംബരം പറഞ്ഞുവെന്നതാണ് BJP പ്രചരിപ്പിക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തർ പോലും ഇന്ത്യ സഖ്യത്തിന് ഭാവി കാണുന്നില്ല എന്നും BJP പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരർത്ഥത്തിൽ ആം ആദ്മിയുടെ ഈ തീരുമാനം തന്നെ അക്ഷരാർത്ഥത്തിൽ BJP എന്താണോ പറഞ്ഞിരുന്നത് അതെല്ലാം തന്നെ വസ്തുതയാക്കുന്ന യാഥാർത്ഥ്യമാക്കുന്ന കാര്യം തന്നെയാണ്. P. ചിദംബരം പോലും ഇന്ത്യയുടെ ഭാവി അസ്തമിക്കാറായി, അഥവാ ഇന്ത്യക്ക് ഭാവിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ BJPയെ പോലെ സംഘടനാ സംവിധാനമുള്ള മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും BJPക്ക് അത് വലിയ തരത്തിലുള്ള മൈലേജ് നൽകുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന മറ്റ് കക്ഷികൾക്ക് അത് വലിയ തരത്തിലുള്ള ആശങ്കയും നൽകുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ ഘടകകക്ഷികളുടെ സഹായത്തോടെയും BJP നടപ്പിലാക്കി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്നും മടങ്ങുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്.